നിയമസഭയിൽ സർക്കാർ നയങ്ങൾ ഗവർണർ വഴി ജനങ്ങളെ അറിയിപ്പിക്കുക എന്നത് മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാപരമായി ഗവർണർ സർക്കാരിന്റെ തലവനായതുകൊണ്ട് മാത്രമാണിത്. പക്ഷേ നയപ്രഖ്യാപനം പോയിട്ട് എന്ന് പോലും പറയാനുള്ള സമയം കൊടുക്കാതെ ഗവർണർ ഇത്തവണ സ്ഥലം കാലിയാക്കി. കേരള സർക്കാരിനോടുള്ള ഗവർണറുടെ പെരുമാറ്റ രീതി കുറെ നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളിലൊന്നും ഒപ്പിടാതെ സർക്കാരിനെയും അതുവഴി കേരളത്തിലെ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാനുള്ള എല്ലാ മാർഗവും ഗവർണർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ നയപ്രഖ്യാപനത്തിലും ആ സ്വഭാവം കാണിച്ചു. ആദ്യത്തെ ഭാഗവും അവസാന ഭാഗവും മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് കൈമാറിയ സമയത്ത് ഒരു അക്ഷരം പോലും എതിർത്തു പറയാതെ അംഗീകരിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം നോക്കി മറ്റൊരു തിരിച്ചടി നൽകാനുള്ള ശ്രമമായിരുന്നു ഗവർണർ നടത്തിയത്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ മുഴുവൻ വായിച്ച് നിയമസഭയോട് ആദരവ് കാണിക്കുക എന്നതാണ് സാമാന്യ മര്യാദ. സാമാന്യ മര്യാദ പോയിട്ട് തലയ്ക്ക് വെളിവ് പോലും ഇല്ലാത്ത ഒരാളാണ് കേരള ഗവർണർ എന്ന് ഇന്നാട്ടിലെ ഓരോ മനുഷ്യർക്കും അറിയാം. എന്തായാലും മിസ്റ്റർ ഗവർണർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരിഫ് ഖാൻ എന്ന സംഘപരിവാർ രാഷ്ട്രീയമുള്ള ഒരാൾ എന്നതിലുപരി താങ്കൾ ഒരു ഗവർണർ കൂടിയാണ് എന്നുള്ളതാണ്. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ടാണ് താങ്കളും പരിവാരങ്ങളും രാജ്ഭവനിൽ സുഖിച്ച് ജീവിക്കുന്നതും ഉത്തരേന്ത്യൻ സംഘികൾക്ക് വിരുന്നൊരുക്കുന്നതും. നിങ്ങളെ ഊട്ടുന്ന ഇന്നാട്ടിലെ പാവപ്പെട്ടവർ നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ എല്ലാ കാലവും സഹിക്കുമെന്ന് കരുതണ്ട.